കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ADSന്റെ ആസ്ഥാന മന്ദിരം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചിലർ സൂത്രത്തിൽ കയ്യിൽ നിന്ന് വീണ് പോയതാണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചിലര് ചുരുട്ടിയിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് വഴിയില്ല. അപ്പൊ കാശ് കൊടുത്ത് വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ ബാറ്റ് ഇരിക്കേണ്ടത്. ബാറ്റ് ചേർക്കുന്ന ഒരു കുറവും വരില്ല, ഒരു കുറവും അതുകൊണ്ട് വരാൻ പോകുന്നില്ല. അങ്ങനെ വലിച്ചെറിയുന്ന ഏർപ്പാട് മാറ്റം വന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഉദ്ഘാടനത്തിന്റെ അവിടേക്ക് പോകുമ്പോൾ ഒരു കുപ്പി 6 വർഷം വഴി ഇവിടെ വന്ന ആരെങ്കിലും ഇരിക്കുമല്ലോ, അല്ലാതെ അനുഭവിക്കില്ല. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയാണ് ഒരിഞ്ഞതെടുത്ത് മാറ്റിയത്. ആ ഏർപ്പാടിന് മാറ്റം വന്നിട്ടില്ല. ചിലരുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തോന്നിയതുപോലെ മാലിന്യം ഉണ്ടാക്കും, തോന്നിയതുപോലെ വലിച്ചെറിയും. പക്ഷെ പഞ്ചായത്തും സർക്കാരും മര്യാദയ്ക്ക് ഉപയോഗിച്ച് സംസ്കരിച്ചോളൂ, ഇതാണ് മനോഭാവം. അങ്ങനെയല്ല, മാലിന്യ സംസ്കരണത്തിൽ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തം. ഈ വലിച്ചെറിഞ്ഞാൽ പഴയപോലെയല്ല, സ്പോട്ട് ഫൈൻ 5000 രൂപ. കഞ്ഞിക്കുഴി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആസ്ഥാന മന്ദിരം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് അർബൻ മിഷനിൽ ഉൾപ്പെടുത്തിയ ഓഫീസ് മന്ദിരം പൂർത്തീകരിച്ചത്. സമ്മേളനത്തിൽ മന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സമാനമില്ലാത്ത മുന്നേറ്റം കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു അഭിമാനകരമായ യാഥാർത്ഥ്യമാണ്. 4 നൂറ്റാണ്ട് മുമ്പ് പിറവിയെടുത്തിരുന്ന് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിത്തീരുന്ന ഈ പ്രസ്ഥാനത്തെ നവങ്ങളായ നിരവധി പദ്ധതികളിലൂടെ ആ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലൂടെ ശ്രീ MP രാജേഷ് എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി ഉജ്ജ്വലങ്ങളായ ആ പ്രവർത്തനം നടത്തുന്നതിലൂടെ വലിയ മാതൃകാപരമായ മുന്നേറ്റം കേരളത്തിൽ സാധ്യമാക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം V. ഉത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. സന്തോഷ് കുമാർ, S. രഞ്ജിത്ത്, സുധാ സുരേഷ്, ബൈരഞ്ജിത്ത്, K. കമലമ്മ, ജ്യോതിമോൾ, PS. ശ്രീലത എന്നിവർ പങ്കെടുത്തു. കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഓഫീസിലുണ്ട്. ശക്തമായ കുടുംബശ്രീ പ്രസ്ഥാനത്തിലേക്ക് നയിച്ച ആൾക്കാരെ മനസ്സിലോർക്കുകയാണ്. ഭദ്ര സാറ്, വിജയ് സാറ്, വിക്രമ സാറ് അടക്കം. ഭദ്ര സാറും വിജയ് സാറും നമ്മളോടൊപ്പം ഇല്ല, എന്നിരുന്നാലും അവരൊക്കെ നയിച്ച ഒരു പാതയിലൂടെ അല്ലെങ്കിൽ അവർ കൈപിടിച്ചാണ് നമ്മളെ ഇത്ര ശക്തരായി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളത്. ഇന്നും ഫാക്കൽറ്റി ഞങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം.